മനുഷ്യർ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് അത് റീസണിങ്ങിലാണ്, ചിന്തിക്കാനുള്ള കഴിവ് കൊണ്ടാണ്. മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ശരിയേത്, തെറ്റേത്, നന്മയേത്, തിന്മയേത്, ഇതെന്തിന് ചെയ്യണം, എന്തിന് ചെയ്യരുത്, ഇങ്ങനെ എല്ലാ റീസണിങ്ങും മനുഷ്യരുണ്ട്. പക്ഷെ മൃഗങ്ങൾക്ക് ഇൻസ്റ്റിങ്ക്റ്റാണ്. ഇതാണ് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. കൂടുതൽ ചിന്തിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് ഈ ആടുകൾ ഇടയനെ വിട്ട് ഒരിക്കലും പോകില്ല. ഇനി എത്ര കാലം അകന്നു നിന്നാലും എത്ര കാലം കഴിഞ്ഞാലും ആടുകൾ തൻ്റെ ഇടയനെ കൃത്യമായിട്ട് തിരിച്ചറിയും. ആടുകളെപ്പോലെ ഇതിനപ്പുറത്തേക്കൊരു സാധ്യതയില്ലാത്ത ഒരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു തന്നെ. ക്രിസ്തു ആഗ്രഹിക്കുന്നത് അങ്ങനൊരു ജീവിതത്തെക്കുറിച്ചാണ്. ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു ആത്മബന്ധം. ഈ ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഒരു സ്വരമേ കേൾക്കത്തുള്ളൂ, അത് ദൈവത്തിൻ്റെ സ്വരമാണ്. നമുക്ക് ഒരു സ്മെല്ല് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അത് ദൈവത്തിൻ്റെ സ്മെല്ലാണ്. നമുക്ക് ഒരു ജീവിതത്തെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ, അത് ദൈവത്തിൻ്റെ ജീവിതത്തെയാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരാട് എങ്ങനെയാണോ ഒരു ഇടയനുമായിട്ട് ഇൻസ്റ്റിങ്ക്റ്റ് ആകുന്നത്, അതുപോലെ നമ്മളും ഇഴുകിച്ചേർന്ന് ജീവിക്കുക എന്നുള്ളൊരു സൗന്ദര്യമുള്ളൊരു ബന്ധത്തെയാണ് ദ ഗോസ്പൽ യേശു പറയുന്നത്. പ്രിയമുള്ളവരെയും, ഇങ്ങനെ കണ്ണും പൂട്ടിയുള്ള റിലേഷൻഷിപ്പ് ഇന്ന് ഈ ഭൂമിക്ക് അത്യാവശ്യമാണ്. അങ്ങനെ മറ്റാര് വിളിച്ചാലും പോകാത്ത, മറ്റാരെയും പിഞ്ചിലാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഇടയനുമായി ചേർന്നിരിക്കുമ്പോൾ, നമ്മുടെ മാസ്റ്ററായിട്ട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ പിന്നീട് നമ്മളെ ആർക്കും പിരിക്കാൻ പറ്റില്ല.